السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وبعد. إياك نعبد وإياك نستعين. എന്താണ് ഇബാദത്ത്, എന്താണ് ഇസ്തിആനത്ത്, അതിൻ്റെ തഫ്സീർ വിശദീകരണം കഴിഞ്ഞു. വൽ മുറാദു തൊലബുൽ മഊനത്ത് ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ ഔ ഫി അദാഇൽ ഇബാദാത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു. എന്തിനാണ് സഹായം ആവശ്യപ്പെടുന്നത്? അപ്പോൾ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ മുറാദ്, വൽ മുറാദു ബി ഇയ്യാക നസ്തഈൻ എന്നർത്ഥം. ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ മുറാദ് എന്താണ്? ഏതാണ് ആ മുസ്തആൻ ഫീഹി? അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലല്ലോ ആയത്തിൽ. അപ്പോൾ മുസ്തആൻ ഫീഹി പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് തൊലബുൽ മഊനത്തി ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ. ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇത്ലാഖ് എന്ന രീതിയിൽ പറയുമ്പോൾ മുതബാദിറായി വരുന്ന അർത്ഥമാണ് ആദ്യം മുസന്നിഫ് പറഞ്ഞു വെച്ചത്. അഥവാ ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം വേണം. അപ്പോൾ തഅമീമിന് വേണ്ടിയാണ് എന്നർത്ഥം. മുസ്തആനിന് മഫ്ഊലിനെ പറയപ്പെടാതെ തഅമീം വേണ്ടിയാണ് അതിൽ മഫ്ഊലിനെ കളയപ്പെട്ടത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു മുഹിമ്മത്തിനെ മാത്രം പ്രത്യേകമാക്കണമെങ്കിൽ അവിടെ ഖരീനത്ത് വേണമല്ലോ. ഖരീനത്തില്ലാതെ അല്ലെങ്കിൽ മുറജ്ജിഹില്ലാതെ തർജിഹാക്കുക എന്നത് പ്രബലമല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക റാജിഹ് മുറജ്ജിഹ് ഇല്ലാതെ ഇന്ന കാര്യങ്ങൾക്കാണ് ഇസ്തിആനത്ത്, അള്ളാഹുവിൻ്റെ ഇസ്തിആനത്ത് ആവശ്യപ്പെടുന്നത് എന്ന് പറയാൻ സ്കോപ്പില്ലാത്തത് കൊണ്ട് തഅമീമൻ ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം വേണം എന്നതാണ് നസ്തഈൻ എന്നതുകൊണ്ടുള്ള മുറാദ്. അല്ലെങ്കിലോ ഔ ഫി അദാഇൽ ഇബാദാത്തി, അല്ലെങ്കിൽ ഖരീനത്ത് ഉണ്ട്. അതേതാണ് ഖരീനത്ത്? അത് ഇയ്യാക നസ്തഈൻ എന്നത് ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിനോട് സമീപത്ത് വന്നു. ആ ഖരീനത്ത് പരിഗണിച്ചിട്ട്, ആ ഇഖ്തിറാന് പരിഗണിച്ചിട്ട് അതിൻ്റെ മഫ്ഊല്, അതിൻ്റെ മുറാദ് അദാഉൽ ഇബാദാത്തിന് വേണ്ടി മാത്രം സഹായം അഭ്യർത്ഥിക്കുക എന്നതാണ്. അപ്പോൾ രണ്ട് രീതി മുസന്നിഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൽ മുറാദു തൊലബുൽ മഊനത്ത് ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ, അഥവാ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ തഅമീമൻ മഫ്ഊലിനെ പറയപ്പെടാത്തത് കൊണ്ട്, പ്രത്യേക മുറജ്ജിഹില്ലാതെ റാജിഹാക്കാൻ സ്കോപ്പില്ലാത്തത് കൊണ്ട് അതിൻ്റെ മഫ്ഊല് കളയപ്പെട്ടതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഔ ഫി അദാഇൽ ഇബാദാത്തി, അല്ലെങ്കിലോ ഖരീനത്തി മാ ഖബ്ലഹു, അതിന് മുമ്പുള്ള ഇഖ്തിറാനൻ എന്ന ഖരീനത്ത് പരിഗണിച്ചിട്ട് ഇയ്യാക നഅ്ബുദു എന്നതിൻ്റെ മാന ഉദ്ദേശിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, എല്ലാ ആരാധനാ കർമ്മങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു എന്നതിലല്ല ഖിലാഫ്. ഇവിടെ പറയപ്പെടുന്നത് ഏത് സഹായമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശദീകരണങ്ങൾ. സഹായം അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ, ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എല്ലാ കാര്യത്തിലും. ഇവിടെ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അത് ഇബാദാത്തിന് അദാ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്, അതിനെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് എന്നർത്ഥം. അല്ലാതെ ഇബാദാത്ത് അല്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരുടെ സഹായം അള്ളാഹു അല്ലാത്തവർക്ക് സഹായിക്കാൻ കഴിയും, അത് ലറൂരിയാവട്ടെ ഗൈറു ലറൂരിയാവട്ടെ എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇബാദാത്തിനെ മാത്രം പ്രത്യേകമായി ഖാസാക്കി പറയുക, അതിന് പ്രത്യേക ഖുസൂസിയത്ത് നൽകിക്കൊണ്ട് അതിൽ അള്ളാഹുവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുക എന്ന ഉദ്ദേശത്തിൽ. ഇനി അടുത്തത് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോടത്ത് ജംഇൻ്റെ സീഗയാണല്ലോ, തകല്ലുമിൻ്റെ ജംആണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്.
അപ്പം ഒരാൾ ഈ ഫാത്തിഹ സൂറത്ത് ഓതുന്ന ഖാരി അയാൾ ഈ ജംഇൻ്റെ സിയ ഓതുമ്പോൾ അതിൻ്റെ മാന എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്വാഭാവികമായും ഫാത്തിഹ സൂറത്തിൽ ഖുളൂഇൻ്റെയും തദല്ലുലിൻ്റെയും മഖാമാണല്ലോ, അത് പ്രകടിപ്പിക്കേണ്ട അവസരമാണ്. അപ്പോൾ അവിടെ അള്ളാഹു ദാത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഇന്നാ അൻസൽന. അപ്പോൾ അള്ളാഹു വഹ്ദാനിൻ്റെ സ്ഥാനത്ത് തൗഹീദിൻ്റെ വഹ്ദാൻ്റെ സ്ഥാനത്ത് വാഹിദിൻ്റെ സ്ഥാനത്ത് അള്ളാഹു ജംഇൻ്റെ സീഗ ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അതെന്തിനാണ്? നഫ്സിനെ തഅലീം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഖാരി ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് ഒരിക്കലും അയാൾ തഅലീം ഇൽഹാർ ചെയ്യേണ്ട മഖാമല്ല, പിന്നെ തദല്ലുലിൻ്റെയും ഖുളൂഇൻ്റെയും മഖാമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു എന്ന് ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഫ്സിനെ തഅലീം ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയാൻ ഫാത്തിഹ സൂറത്തിൽ സ്കോപ്പില്ല. അപ്പോൾ പിന്നെ ഫതഅയ്യന അൻ യകൂന ലിൽ ഖാരി മാ ഗൈരിഹി, ഖാരി മറ്റൊരാളോട് കൂടെ ചേർന്നിട്ട് ആ ജംഇൻ്റെ ഹഖീഖിയായ രൂപം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഗൈർ ആരാണ്? അപ്പോൾ മുസന്നിഫ് ഇവിടെ പറഞ്ഞു വെക്കുന്നു, വല്ലമീറുൽ മുസ്തഖിൻ ഫിൽ ഫിഅലൈനി ലിൽ ഖാരി, രണ്ട് ഫെയിലിലും ഇയ്യാക നഅ്ബുദു എന്നോടത്തും ഇയ്യാക നസ്തഈൻ എന്നോടത്തും അല്ലമീർ അതൊരു ഖാരിയിനുള്ളതാണ്. വമം മഅഹു, പിന്നെ ഖാരിയിനോട് കൂടെ ഉള്ളവർക്കാണ്. അതാരാ? മിനൽ ഹഫളത്തി, ഹാഫിദീങ്ങളായ മലായിക്കത്ത്. വ ഹാദിരി സ്വലാത്തുൽ ജമാഅ, അല്ലെങ്കിൽ സ്വലാത്തുൽ ജമാഅയിൽ സംഗമിച്ചിട്ടുള്ള ബാക്കിയുള്ള മഅ്മൂമീങ്ങൾ. ഔ ലഹു, അല്ലെങ്കിൽ ഖാരിയിനും വലിസാഇലിൽ മുവഹിദീൻ, ബാക്കി തൗഹീദിൻ്റെ എല്ലാ വിശ്വാസികൾക്കും ഉൾക്കൊള്ളിച്ചിട്ട്. അപ്പോൾ ഇവിടെ 3 ഇഹ്തിമാലാണ് വരിക. ഒരാൾ ഈ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഒന്നിരിക്കൽ അയാൾ നിസ്കാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഖാരിജിലായിരിക്കാം. ഇനി നിസ്കാരത്തിലാണെങ്കിൽ 2 രൂപം, ഒന്ന് അയാൾ മുൻഫരിദൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജമാഅത്തായിട്ടായിരിക്കാം. അപ്പോൾ ഈ 3 രൂപത്തിലേ ഒരാൾ ഈ സൂറത്തുകൾ വരുള്ളൂ. അപ്പോൾ നിസ്കാരത്തിലായിരിക്കെ ഒരാൾ ഫർദൻ എന്ന രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ലിൽ ഖാരി ജം ഉദ്ദേശിക്കുന്നത് അയാൾക്കും മഅഹു മിനൽ ഹഫളത്തി, ബാക്കിയുള്ള മലായിക്കത്തിനും. ഇനി ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ ലിൽ ഖാരി അയാൾക്കും വഹാദിരി സ്വലാത്തിൽ ജമാഅ, ബാക്കിയുള്ള സ്വലാത്തുൽ ജമാഅയിലെ ബാക്കിയുള്ള മഅ്മൂമിങ്ങളെ ഉദ്ദേശിച്ചിട്ട്. ഇനി അതല്ല നിസ്കാരത്തിൻ്റെ ഖാരിജിലാണെങ്കിലോ ഔ ലഹു, ഖാരിയിനും വലിസാഇലിൽ മുവഹിദീൻ, ബാക്കിയുള്ള എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചിട്ട്. അപ്പോൾ ഈ 3 സൂറത്താണ് ഇവിടെ വരിക. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ജംആക്കി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു സംശയം ഇനി ബാക്കിയാണ്. അങ്ങനെയെങ്കിൽ ഖാരിയിനും ഖാരി അല്ലാത്തവരെയും ഉദ്ദേശിച്ചു കൊണ്ടാണ്, ഒരിക്കലും ഖാരിയിനെ മാത്രം ഉദ്ദേശിച്ച് തഅലീമാക്കിയിട്ടല്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെയും ഉൾക്കൊള്ളിച്ചത് കൊണ്ട് എന്താണ് പ്രത്യേകത? അതാണ് ശേഷം മുസന്നിഫ് പറയാൻ പോകുന്നത്. അദ്റജ ഇബാദതഹു ഫി തളാഇഫി ഇബാദതിഹിം വഖലത ഹാജതഹു ബിഹാജതിഹിം ലഅല്ലഹാ തുഖ്ബലു ബിബറകതിഹാ വതുജാബു ഇലൈഹാ. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇബാദത്തിനെ, ഖാരി അദ്ദേഹത്തിൻ്റെ ഇബാദത്തിനെ ബാക്കിയുള്ള സായിറുൽ മുവഹിദീൻ അല്ലെങ്കിൽ ഹാദിരി സ്വലാത്ത് ബാക്കിയുള്ളവരുടെ ഇബാദത്തിൻ്റെ കൂടെ ചേർക്കുന്നത് വഖലത ഹാജതഹു ബിഹാജതിഹ, ഇയ്യാക നഅ്ബുദു എന്നോടത്ത് വഖലത ഹാജതഹു ബിഹാജതിഹിം, അവരുടെ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെയും ഉൾക്കൊള്ളിക്കുന്നത് ഇയ്യാക നസ്തഈൻ. ലഅല്ലഹാ തുഖ്ബലു ബിബറകതിഹ, അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ലഅല്ലഹ തുഖ്ബലു ബിബറകതിഹ, ബാക്കിയുള്ളവരുടെ ഇബാദത്ത് അത് പരിഗണിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇബാദത്തും സ്വീകരിച്ചേക്കാം. വതുജാബു ഇലൈഹ തുജാബു ഹാജതുഹു മുന്തമ്മത്തൻ ഇലാ ഹാജതിഹിം എന്നർത്ഥം. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഹാജത്തിലേക്ക് ചേർക്കപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഹാജത്തിനും ഉത്തരം ലഭിച്ചേക്കാം.
ഇയ്യാക നസ്തഈൻ. അപ്പോൾ ആ കാരണം കൊണ്ടാണ് വലിഹാദാ ശുരിഅത്തുൽ ജമാഅ, ഈ പറയപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായി ജമാഅത്തിനെ ശറഅാക്കിയത്. ജമാഅത്ത് നിർബന്ധമുള്ളതുണ്ട്, സുന്നത്തുള്ളതുണ്ട്. വുഖൂഫ് ബി അറഫ അതും ഇതിൻ്റെ ഉദാഹരണം തന്നെയാണ്. സംഘം ചേരുക, മാനയിൽ ഒന്നിച്ചു നിൽക്കുക, സംഘം ചേരുക, ജംആക്കി ദുആ ചെയ്യുക, ജംആക്കി കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഒരുമിച്ച് കൂടുക എന്ന അർത്ഥത്തിൽ സഹീഹാവുമല്ലോ. അപ്പോൾ സംഗമങ്ങൾ, ഒന്നിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപരമായി അതിലുള്ള ഓരോരുത്തരുടെയും ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടാനും ഒക്കെ കാരണമാണ്. കാരണം എന്തുകൊണ്ട്? ഒരു സംഘത്തിൽ നിന്ന് ചില ആളുകളെ മാത്രം മാറ്റി നിർത്തുക, അത് അർഹമുർ റഹീമീനായ അള്ളാഹു ചെയ്യുകയില്ല എന്നതാണ് മുഅ്മിനിൻ്റെ വിശ്വാസം. ചില ആളുകൾ റദ്ദ് ചെയ്ത് ചില ആളുകൾക്ക് കബൂലിയത്ത് നൽകുക. ആ ഉദ്ദേശത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലിഅന്നഹും ഖൗമുൻ ലാ യഷ്ഖാ ജലീസുഹും, ലിഅന്നഹും ഖൗമുൻ ലാ യഷ്ഖാ ജലീസുഹും. ഒരു സന്ദർഭത്തിൽ ഈ ജമാഅത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്, സംഘമായി ചെയ്യുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട്. ലിഅന്നഹും ഖൗമുൻ ലാ യഷ്ഖാ ജലീസുഹും. ഒരാൾ മാത്രം നിരാശനായി മടങ്ങിപ്പോവുക, ബാക്കിയുള്ളവർ സ്വീകരിക്കപ്പെടുക, അങ്ങനെയല്ല. അവരൊറ്റ സമുദായമാണ്, ഒരു ഖൗമാണ്, ഒരു കൂട്ടമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ അടിമ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എല്ലാ അർത്ഥവും പരിഗണിച്ചിട്ട് പറയുകയാണെങ്കിൽ, അള്ളാഹുവെ എൻ്റെ ഇബാദത്ത് ഒരുപാട് ന്യൂനതകളുള്ളതാണ്, പക്ഷേ നിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമായ ഒരുപാട് അടിമകളുടെ ആരാധന സ്വീകരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരോടൊപ്പം ചേർക്കപ്പെട്ട എൻ്റെ ഇബാദത്തും നീ സ്വീകരിക്കണേ. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതോടൊപ്പം എൻ്റെയും ആവശ്യങ്ങൾ പരിഗണിക്കണേ എന്ന് വിനയാന്വിതനായിട്ട് ഒരടിമ പറയുന്ന സംസാരമാണ് വാസ്തവത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അടുത്തത്, എന്തുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ മഫ്ഊലിനെ തഖ്ദീം ചെയ്ത് പറഞ്ഞത്? അതിൻ്റെ വിശദീകരണമാണ്. വഖുദ്ദിമൽ മഫ്ഊലു ലിത്തഅദീമി വൽഇഹ്തിമാമി ബിഹി വദ്ദലാലത്തി അലൽ ഹസ്രി വലിദാലിക ഖാല ഇബ്നു അബ്ബാസ് മഅനാഹു നഅ്ബുദുക വലാ നഅ്ബുദു ഗൈറക വതഖ്ദീമി മാ ഹുവ മുഖദ്ദമുൻ ഫിൽ വുജൂദി വത്തൻബീഹ് على أن العابد ينبغي أن يكون نظره إلى المعبود أولا وبالذات ومنه إلى العبادة. അപ്പോൾ 5 കാര്യങ്ങളാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഇയ്യാക എന്ന മഫ്ഊലിനെ തഖ്ദീം ചെയ്ത് പറഞ്ഞത് ഫീലിനേക്കാൾ? അതിന് 5 കാരണങ്ങളുണ്ട്. 5 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വുജൂഹുകളുണ്ട്. ഒന്ന്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ മഫ്ഊലിനെ മുന്തിച്ച് പറയാനുള്ള കാരണം, ഒന്ന് ലിത്തഅദീം, അത് അള്ളാഹുവിൻ്റെ ദാത്തിനെ തഅദീം ചെയ്തിട്ടാണ്. ഇയ്യാക എന്നത് ഉദ്ദേശിക്കുന്നത് അൽ മഅബൂദു ബിൽ ഹഖ് അൽ മുസ്തഹിഖ് ലി അൻ യുഅ്ലമ ബിഗായതി മാ യുംകിനു മിന തഅദീം. അടിമക്ക് നൽകാവുന്ന ആദരവിൽ അങ്ങേയറ്റത്തെ ആദരവിന് അർഹനായ അൽ മഅബൂദു ബിൽ ഹഖ്, അതിൻ്റെ മേലറിയിക്കുന്ന ആ ദാത്തിൻ്റെ മേലറിയിക്കുന്ന ഇബാറത്താണല്ലോ ഇയ്യാക. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ആദരവിന് അർഹനായ അള്ളാഹ് എന്ന തഅദീം, അതിന് വേണ്ടിയിട്ടാണ് ഇയ്യാക എന്ന് തഖ്ദീം ചെയ്തത്. കാരണം എന്താ? തഅദീമുള്ളതിനെയാണല്ലോ പിന്നെ ദിക്റിലും തഖ്ദീം ചെയ്യേണ്ടത്. അപ്പോൾ തഅദീമുള്ളവർക്ക് ആദ്യം സ്ഥാനം കൊടുക്കണം എന്നതുപോലെ സംസാരത്തിലും എഴുത്തിലും അങ്ങനെ തന്നെ തഅദീമുള്ളതിനെ തഖ്ദീം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഇയ്യാക എന്ന മഫ്ഊലിനെ തഖ്ദീം ചെയ്തു പറഞ്ഞു. തഖ്ദീം ചെയ്തതിൻ്റെ രണ്ടാമത്തെ വജ്ഹ് വൽ ഇഹ്തിമാമി ബിഹി. ഒരു മുഅ്മിനിന് അള്ളാഹുവാണ് ഏറ്റവും അഹമ്മും മുഹിമ്മുമായിട്ടുള്ളത്. ആ അഹമ്മും മുഹിമ്മുമായ അള്ളാഹുവിനെ
ദിക്റിൽ തഖ്ദീം ചെയ്യുക. എല്ലാ അർത്ഥത്തിലും അഹമ്മും മുഹിമും. അവൻ്റെ ലിസാനിൽ എപ്പോഴും അവൻ്റെ ദിക്റായിരിക്കും, അവൻ്റെ ഖൽബിൽ എപ്പോഴും അവൻ്റെ മഹബത്തായിരിക്കും, അവൻ്റെ ജവാരിഹുകൾ മുഴുവനും സദാ അവനിലേക്കായിരിക്കും അതിൻ്റെ ഇൻസിറാഫ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഇഹ്തിമാമ് അള്ളാഹുവാണ് എന്ന് അറിയിക്കാൻ ദിക്റിലും ഈ അള്ളാഹു എന്ന ദാത്തിനുമിൽ അറിയിക്കുന്ന ഇയ്യാക്ക എന്ന മഫ്ഊലിനെ ആമിലിനേക്കാൾ തഖ്ദീം ചെയ്തു പറഞ്ഞു. മൂന്നാമത്തെ കാരണം വദലാലത്തി അലൽ ഹസ്രി, ഹസ്റിൻ്റെ മേൽ അറിയിക്കാൻ, ഖസ്റിൻ്റെ മേൽ അറിയിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇൽമുൽ ബയാൻ അടിസ്ഥാനമാക്കി മഅ്മൂലിനെ ആമിലിനേക്കാൾ തഖ്ദീം ചെയ്താൽ സ്വാഭാവികമായും ഹസ്റിൻ്റെ മാന കിട്ടുമല്ലോ. വലിദാലിക ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഅനാഹു ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ മാന റഈസുൽ മുഫസ്സിരീൻ അഭിപ്രായപ്പെട്ടത് നഅ്ബുദുക വലാ നഅ്ബുദു ഗൈറക, നഅ്ബുദുക നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വലാ നഅ്ബുദു ഗൈറക നിന്നെ അല്ലാത്ത മറ്റൊരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പോൾ ഹസ്റിൻ്റെ മാന ഉണ്ട് എന്നറിയിക്കാനാണ് വലാ നഅ്ബുദു ഗൈറക എന്നതുകൂടി ആഡ് ചെയ്തു പറഞ്ഞത്. അപ്പോൾ മൂന്നാമത്തെ വജ്ഹായി മഅ്മൂലിനെ ആമിലിനേക്കാൾ തഖ്ദീം ചെയ്യാനുള്ള മൂന്നാമത്തെ വജ്ഹ്. നാലാമത്തത് വ തഖ്ദീമി മാ ഹുവ മുഖദ്ദമുൻ ഫിൽ വുജൂദ്. പറയേണ്ടതില്ലല്ലോ, വുജൂദിൽ മുഖദ്ദമായത് അതിനെ തന്നെ ദിക്റിലും തഖ്ദീമാക്കി പറഞ്ഞു. അപ്പോൾ വുജൂദിലെ തർത്തീബ് പരിഗണിച്ചിട്ട് ദിക്റിലെ തർത്തീബ് പരിഗണിച്ചു. അപ്പോൾ അള്ളാഹു ഉണ്ടായി, വാജിബുൽ വുജൂദാണ്, ഖദീമാണ്, അന്ന് അള്ളാഹുവിനോട് കൂടെ ഒന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വുജൂദാണല്ലോ പിന്നെ ആദ്യമായ ഉണ്ടായത്. ആ അർത്ഥത്തിൽ ദിക്റിലും അള്ളാഹുവിൻ്റെ ദാത്തിനെ ആദ്യം പരിഗണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയാണ് ഇബാദത്തും ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഇയ്യാക്ക എന്ന ദാത്തിന് ശേഷമാണ് ഇബാദത്ത് ഉണ്ടായിത്തീരുന്നത് ഫിൽ വുജൂദി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വുജൂദിനെ നേരത്തെ പറഞ്ഞു, ദിക്റിലും തഖ്ദീമാക്കി പറഞ്ഞു. വതഖ്ദീമി മാ ഹുവ മുഖദ്ദമുൻ ഫിൽ വുജൂദി വത്തംബീഹി അലാ അന്നൽ ആബിദ യംബഗി അൻ യകുന നദ്റുഹു ഇലൽ മഅ്ബൂദി അവ്വലൻ വബിദ്ദാത്തി വമിൻഹു ഇലൽ ഇബാദത്തി لا من حيث أنها عبادة صدرت عنه بل من حيث أنها نسبة شريفة إليه ووصلة بينه وبين الحق. അഥവാ മനുഷ്യൻ ഒരു ആബിദ് അവൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ചിന്ത മുഴുവനും അള്ളാഹു എന്ന പരമാത്മാവിലേക്ക്, ദാത്തിലേക്കായിരിക്കണം അവൻ്റെ ചിന്ത. ഇബാദത്ത് അത് അള്ളാഹുവിലേക്ക് അവന് ചേർക്കുന്ന നിസ്ബ ഷരീഫയാണ്. അവനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു പ്രവർത്തനം എന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെയും ഹക്ക് തആലയുടെയും അവൻ്റെയും ഇടയിൽ ചേർക്കുന്ന ആ വുസ്ലത്തും നിസ്ബത്തുമാണ് ഇബാദത്ത് എന്ന മഅനയിലാണ് ഇബാദത്തിനെ കാണേണ്ടത്. അപ്പോൾ ആദ്യമായും പ്രഥമമായും അവൻ്റെ ചിന്ത മുഴുവനും അള്ളാഹ് എന്ന മഅ്ബൂദ് ബിൽ ഹക്ക് ആ ദാത്തിലേക്കായിരിക്കണം എന്നതിനെ അറിയിക്കാനാണ് ഇയ്യാക്ക എന്ന് തഖ്ദീം ചെയ്ത് പറഞ്ഞത്. അപ്പോൾ നഅ്ബുദു എന്ന ഇബാദത്തിൻ്റെ മാന വരുന്നതിന് മുമ്പ് ഇയ്യാക്ക എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇബാദത്ത് അവൻ എടുക്കുമ്പോൾ, ഉദാഹരണം നിസ്കരിക്കുമ്പോൾ അവൻ്റെ നിസ്കാരം, ആ പ്രവർത്തനം അതിനെ പരിഗണിക്കേണ്ടത് ആ നിസ്കാരം അള്ളാഹ് എന്ന ഇയ്യാക്ക എന്ന ദാത്ത് എന്ന മഅ്ബൂദ് ബിൽ ഹക്ക് ആ ഹക്കിലേക്കുള്ള നിസ്ബയാണല്ലോ. അപ്പോൾ നെളറ് മുഴുവനും ഇബാദത്തിലേക്കാവുന്നതിനപ്പുറത്ത് ദാത്ത് അള്ളാഹ് എന്ന ആ മഅ്ബൂദിലേക്കാണ് തിരിയേണ്ടത്. അയ്യക്കൂന നദ്റുഹു എംബഗി അയ്യക്കൂന നദ്റുഹു തംബീഹിന് വേണ്ടിയിട്ടാണ്, ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ മഫ്ഊലിനെ തഖ്ദീം ചെയ്തത്. എന്ത് അറിയിക്കാൻ, എന്ത് ഉണർത്താൻ? അല അന്നൽ ആബിദ എംബഗി അൻ യകൂന നദ്റുഹു ഇലൽ മഅ്ബൂദി അവ്വലൻ വബിദ്ദാത്തി, ആദ്യമായി അല്ലാഹു എന്ന മഅ്ബൂദിലേക്കാണ് അവൻ്റെ ചിന്ത തിരിയേണ്ടത്. വമിൻഹു ഇലൽ ഇബാദത്തി ലാ മിൻ ഹൈസു ഇന്നഹാ ഇബാദത്തുൻ സദറത് അൻഹു,
അവനിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഇബാദത്ത് എന്ന രീതിയിലല്ല, മറിച്ച് ബൽ മിൻ ഹൈസു ഇന്നഹാ നിസ്ബത്തുൻ ഷരീഫത്തുൻ ഇലൈഹി വഉസ്ലത്തുൻ ബൈനഹു വബൈനൽ ഹഖ് തആല. അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ ഉള്ള ഒരു വുസ്ല, ഒരു നിസ്ബ, മഹത്തരമായ ആ നിസ്ബയാണ് ഇബാദത്ത് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. അള്ളാഹുവിലൂടെയാണ് ഇബാദത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. അള്ളാഹ് എന്ന ചിന്തയിലൂടെയാണ് ഇബാദത്തിൻ്റെ അർത്ഥം അവൻ ഉൾക്കൊള്ളേണ്ടത് എന്ന് തംബീഹ് ചെയ്യാനാണ് ഇയ്യാക്ക എന്ന മഫ്ഊലിനെ ഇബാദത്ത് എന്ന ഫീലിനേക്കാൾ മുന്തിച്ചത്, ഇബാദത്ത് എന്ന ആമിലിനേക്കാൾ മുന്തിച്ചു പറഞ്ഞത്. فإن العارف إنما يحق وصوله إذا استغرق في ملاحظة جناب القدس وغاب عما أداه حتى إنه لا يلاحظ نفسه ولا حالا من أحوالها إلا من حيث إنها ملاحظة له ومنتسبة إليه. കാരണം فإن العارف إنما يحق وصوله, അള്ളാഹുവിലേക്കുള്ള യാത്ര ആരംഭിച്ച ആരിഫ്, അവൻ്റെ വുസൂല്, അത് യാഥാർത്ഥ്യമാകുന്നത്, തഹഖുഖാകുന്നത്, സുബൂത്താകുന്നത് ഇദസ്തഗറഖ ഫീ മുലാഹദ് ജനാബിൽ ഖുദുസ്, അള്ളാഹ് എന്ന ആ ഖുദുസിൻ്റെ ജനാബിലേക്ക് തിരിഞ്ഞു നിന്ന് അവന് സദാ ചിന്തയിൽ ഇസ്തിഖറാഖ്, അതിൽ മുഴുകുമ്പോഴാണ് അവൻ്റെ വുസൂല് പൂർണ്ണമാകുന്നത്. വഗാബ അമ്മ അദാഹു, അള്ളാഹ് അല്ലാത്ത എല്ലാ വസ്തുവിൽ നിന്നും അവന് തിരിഞ്ഞു കളഞ്ഞ് മാറി നിന്ന് അള്ളാഹ് എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവൻ്റെ വുസൂല് അത് പൂർണ്ണമാകുന്നത്. എത്രത്തോളം ഏത് ഗൈബത്തിലും അവൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഭൗതികമായി അവൻ്റെ ശരീരമാണ്. ആ ശരീരത്തെക്കുറിച്ച് പോലും അവൻ ചിന്തിക്കുന്നത്, ആ ശരീരവും അള്ളാഹുവിനെ സദാ നിരീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ചിന്തയിലാണ് എന്ന അർത്ഥത്തിലാണ് ആ ശരീരത്തെപ്പോഴും അവൻ ചിന്തിക്കുന്നത്. വഗാബ അമ്മാ അദാഹു ഹത്താ ഇന്നഹു ലാ യുലാഹിദു നഫ്സഹു, അവൻ്റെ നഫ്സിനെ അവൻ നിരീക്ഷിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത്, വലാ ഹാലം മിൻ അഹ്വാലിഹ, ആ നഫ്സിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും ഇല്ലാ മിൻ ഹൈസു ഇന്നഹാ മുലാഹിദത്തുൻ ലഹു, ആ നഫ്സുകളും അള്ളാഹുവിൻ്റെ ജനാബ് ഖുദ്സിനെ നിരീക്ഷിക്കുന്നതാണ്. മുത്തസിബത്തുൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ അവൻ്റെ സ്വന്തം നഫ്സാണ് ഏത് ഗൈബത്തിലും അവൻ്റെ കൂടെ ഉണ്ടാകുന്നത്. ആ നഫ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ നഫ്സിൻ്റെ സീനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ നഫ്സിൻ്റെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ആ നഫ്സ് പോലും അള്ളാഹുവിലേക്ക് മുൻതസിബത്താണ്. അപ്പോൾ അതിലും അള്ളാഹുവിൻ്റെ ജനാബുൽ ഖുദ്സ് മുലാഹദ ചെയ്യുന്ന ആ അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുമ്പോഴാണ് ആരിഫിൻ്റെ ആ യാത്ര സഫലമാകുന്നത്. അതുകൊണ്ട് ആ തംബീഹ് അറിയിക്കുന്നത് അള്ളാഹ് എന്ന ദാത്ത്, ആ ദാത്തിനെയാണ് തഖ്ദീം ചെയ്യേണ്ടത് ഇബാദത്തിനേക്കാൾ. ഇബാദത്ത് ആ അള്ളാഹ് എന്ന ദാത്തിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള വുസ്ലത്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു പ്രവർത്തനം എന്ന രീതിയിലല്ല ഇബാദത്തിനെയും കാണേണ്ടത്. അപ്പോൾ വലിദാലിക, ഈ തംബീഹിനാണ് തഖ്ദീം എന്ന കാരണത്താൽ, അതിനാണ് ശ്രേഷ്ഠത, അതിൻ്റെ കാരണത്താലാണ് ഫുദ്ദില മാ ഹഖല്ലാഹു അൻ ഹബീബിഹി ഹൈസു ഖാല ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അലാ മാ ഹഖാഹു അൻ കലീമിഹി ഹൈസു ഖാല ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ഖുർആനിൽ രണ്ട് പ്രവാചകന്മാരും അള്ളാഹുവിനെ പരാമർശിച്ച രണ്ട് കലാമ് അള്ളാഹു ഖുർആനിൽ ഹിക്കായത്ത് ചെയ്തത് തെളിവ് ഉദ്ധരിച്ചു കൊണ്ടാണ് മുസന്നിഫ് പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അള്ളാഹു മഅന, നമ്മോട് കൂടെയുണ്ട്. അതിനാണ് ഫദ്ല് ഏതിനേക്കാൾ അലാമ ഹക്കാഹു അൻ കലീമിഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ കലാമിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. ഹൈസു ഖാല, എന്താ പറഞ്ഞത്? ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, ഇന്ന മഇ, എൻ്റെ കൂടെയുണ്ട്, റബ്ബി, എൻ്റെ റബ്ബ്, സയഹ്ദീൻ എൻ്റെ ആയത്തിൻ്റെ ബാക്കി. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഇന്നല്ലാഹ മഅന, ഒന്ന് ഇന്ന റബ്ബി സയഹ്ദീൻ. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്.
അപ്പോൾ അവിടെ ദിക്റിൽ തഖ്ദീം ചെയ്തത് പരിഗണിച്ചിട്ടാണ് ഫضല്. പ്രവാചകർ പറഞ്ഞത് ഇന്നല്ലാഹ മഅന, അള്ളാഹ് എന്നതിനെ നഫ്സിനേക്കാൾ തഖ്ദീം ചെയ്തു, മഅന ഏത് ദിക്റിൽ തഖ്ദീം ചെയ്തു. പിന്നെ രണ്ടാമത്തത് മൂസാ നബി പറഞ്ഞിടത്തോ ഇന്ന റബ്ബി, റബ്ബിനെ അല്ല ഇന്ന മഈ, അവിടെ നഫ്സിനെ തഖ്ദീം ചെയ്തു ഇതിനേക്കാൾ, റബ്ബി എന്ന കലാമിനേക്കാൾ, കലിമത്തിനേക്കാൾ. അപ്പോൾ പിന്നെ തഖ്ദീം തംബീഹിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തഫ്ലീൽ ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ ആണല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്നോടത്തും ഇന്ന റബ്ബി സയഹ്ദീൻ എന്നോടത്തും ഇന്ന മഈ റബ്ബി എന്നോടത്തും അവിടെ അള്ളാഹ് എന്നതിന് തഖ്ദീം ചെയ്തോടത്ത് അവിടെ തംബീഹിൻ്റെ മാന ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഈ പറയപ്പെട്ട കലാമിനേക്കാൾ ഫضലുള്ളത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോടത്ത് മഅ്മൂലിനെ ആമിലിനേക്കാൾ തഖ്ദീം ചെയ്തതിൻ്റെ 5 വജ്ഹുകളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു കാര്യം കൂടെ, ക്ലാസ് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ചെറിയ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ പറഞ്ഞ വിശദീകരണത്തിൽ ഇബാദത്ത് എന്നതിൻ്റെ നിർവചനം കിതാബിൽ പറഞ്ഞതല്ലാതെ 1-2 കൂടി ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ ആ നിർവചനങ്ങൾ മാത്രം പിന്നെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് വാട്സപ്പിലേക്ക് അയക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.